അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. കുറേ ആയിട്ടാണ് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു യാത്ര വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കല്ല, നമ്മളെ കൂടെ നമ്മളൊരു ചങ്ങായി ഉണ്ട്. പിന്നെ നമ്മളെ ചങ്ങായാണ്. അപ്പോൾ നമ്മളിന്ന് നേരെ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. ഇവിടുന്ന് രാത്രി 9 മണിക്ക് എല്ലാ തിങ്കളാഴ്ചയും 9 മണിക്ക് ബാംഗ്ലൂരിലെ യശ്വന്തൂരിലേക്ക് പോകുന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറിയിട്ടാണ് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. മെയിൻ ഒരു കാര്യം, നമ്മൾ റിസർവ് ചെയ്തിട്ടില്ല, പറഞ്ഞില്ല ഒറ്റ മൈൻഡാണെന്ന്. അപ്പോൾ ജനറൽ കയറിയിട്ട് പോകണം. അപ്പോൾ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, അകത്ത് കയറി തന്നെ നമുക്ക് കണ്ടെന്ന് അറിയാം. അപ്പോൾ ഏതൊരു ട്രെയിൻ ഇപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഓണറി കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നേരെ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. മുന്നിലെല്ലാം ഇറക്കാണ്, കണ്ടു തന്നെ അറിയാം. അവിടെ ഗ്രീൻ സിഗ്നലാണ്, ഏതോ ഒരു വണ്ടി പാസ് ചെയ്ത് പോകാണ്ട്. ഇപ്പം ട്രെയിൻ നമ്പർ 16566 മംഗളൂരു സെൻട്രൽ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസ് ഇതാ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. ഇനിയൊരു യുദ്ധം നടക്കണം സീറ്റിലുണ്ടെങ്കിൽ. WP7 ആണ് ലോക്കോമോട്ടീവ്. ഇഷ്ടം ജാം ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ കാനങ്ങാടുന്ന് ട്രെയിൻ എടുത്തു. വിൻഡോ സൈഡൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ഏതോ ആൾക്കാരുണ്ട്, ബാഗൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കോച്ചിൽ നിന്ന് മാറി ഇപ്പുറത്തെ കോച്ചിലേക്ക് നോക്കി. ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നല്ല വിൻഡോ സൈഡ് തന്നെ കിട്ടി. ബാംഗ്ലൂരിലേക്ക് ജനറൽ പോകുന്നതുകൊണ്ട് ഈ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. കാരണം ഇപ്പോൾ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടു തന്നെ അറിയാം, ഇനിയിപ്പോൾ കേരള വഴിയാണ് പോകുന്നത്. പയ്യന്നൂര്, കണ്ണൂർ, കോഴിക്കോടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വണ്ടിയിൽ റഷൊക്കെ കൂടി വരും. അപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ കണ്ടല്ലേ ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിന്. നമുക്ക് നോക്കാം നാളെ ആരൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിൻ്റെ അപ്പുറത്ത് സ്ലീപ്പറാണ് വരുന്നത്. അപ്പം ഞാൻ കയറിയ കോച്ചിലെ ഇപ്പോൾ ഉള്ള കോച്ചിലെ റഷ് എന്ന് കാണിച്ചാൽ ജസ്റ്റ് ഇവിടെ ഒക്കെ കാലിയാണ്, ആൾക്കാരൊക്കെ കിടന്നുറങ്ങിയാണ്. പിന്നെ നമ്മളിരിക്കുന്നത് ഇവിടെയാണ്. ഈ 2 പേർത്തിൽ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വരുമെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂറെല്ലാം സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നല്ല കുഷനിങ് ആണ്. നമ്മൾ സാധാരണ ചാനലിൽ കാണുന്ന പോലത്തെ അല്ല, നല്ലൊരു വ്യത്യാസം ഇതിൽ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു കുഷനിങ് ആണ്. ഇപ്പോൾ നമ്മൾ 2024 മെയ്ഡ് ഒരു സീറ്റ് വരത്തില്ല, അതേപോലെ തന്നെയാണ്. പക്ഷേ ഈ കോച്ച് 2024 2020 അങ്ങനെയൊന്നും ഞാൻ കണ്ടത്. നമുക്ക് നാളെ രാവിലെ പുറത്തിറങ്ങി നോക്കാം ഏത് വർഷത്തെ കോച്ചാണെന്ന്. അങ്ങനെ സീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു ട്രെയിനിൻ്റെ വൃത്തിയുടെ കാര്യമാണെങ്കിലും നല്ല അത്യാവശ്യത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ മംഗളൂരത്ത് തന്നെയാണ്, എന്നാലും നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം നോക്കിയിട്ടില്ല. ബാത്റൂം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. നോക്കാം, ഇതിലാളുണ്ട്.
ബാത്റൂമിൻ്റെ കാര്യമൊക്കെ ശോകമാണ് കേട്ടോ, അത് കാണിക്കാതിരിക്കുന്നതൊക്കെ നല്ലത്. പക്ഷെ ഓവറോൾ ട്രെയിനിൽ വൃത്തിയൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. ട്രെയിൻ അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 ലൈസ് വാങ്ങിച്ചു, പിന്നെ അടി തുടങ്ങി. ഒരെണ്ണത്തിന് 30 രൂപ, കത്തി വിലയാണ്. പിന്നെന്താക്കാം, രാത്രി വിശന്നിരിക്കുന്നത് നല്ലൊരു ലൈസ് വാങ്ങിക്കുന്നല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് കണ്ണൂർ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തതാണ്. പിന്നെ ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ട്രെയിൻ വൈറ്റ് ഫീൽഡ് സ്റ്റേഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് വൈറ്റ് ഫീൽഡ് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ ഔട്ട്സ്കേർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു കാരണം വെച്ചെങ്കിൽ ഇന്നലെ കോഴിക്കോട് കഴിഞ്ഞ പാടെ ട്രെയിൻ നല്ല റഷായി. പിന്നെ ഇരുന്നിട്ട് തന്നെ ആയിരുന്നു വന്നത്. ഒരു സേലം വരെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. പിന്നെ സേലം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഫുള്ളും കാലിയായപ്പോൾ ഞാൻ മീത്ത കയറി കടന്നുറങ്ങി. കുറച്ച് നേരം കടന്നുറങ്ങി. ഇപ്പോൾ അറിയില്ല 11 മണി ഇപ്പോൾ സമയം വൈറ്റ് ഫീൽഡ്. അതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് കൃഷ്ണരാജപുരമാണ്. ട്രെയിനിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായിട്ടാണ്. കൃഷ്ണരാജപുരം എത്തുമ്പോൾ കുറേ ആൾക്കാർ എന്തായാലും ഇറങ്ങിപ്പോകും. ട്രെയിനിലിപ്പോൾ ഓൾമോസ്റ്റ് എം ടി ആണ്. ഇന്നലെ കോഴിക്കോടൊക്കെ അതിനോട് നല്ല റഷായിരുന്നു. ഇപ്പോൾ വലിയ സീനില്ല. നമ്മൾ കാനങ്ങാടുന്ന് കയറുമ്പോഴേ ആ ഒരു റഷ് മാത്രമേ ഉള്ളൂ. ഇവനൊക്കെ നേരത്തെ എഴുന്നേറ്റിട്ടാ, നേരത്തെ എഴുന്നേറ്റ് എന്നെ കുറേ വിളിച്ച്. ഞാൻ നല്ല ഉറക്കിലുണ്ടായിരുന്നു. നീ എത്ര മണിക്ക് എഴുന്നേറ്റ്? എത്ര മണിക്ക് എഴുന്നേറ്റ്? നീ ഇരുന്നിട്ട് എന്ത് അങ്ങനെ ഉറങ്ങിയെന്ന് അറിയാം. കൃഷ്ണരാജപുരം ഡീസൽ ലോക്കോ ഷെഡാണ് കാണുന്നത്. എത്ര ആൽക്കോ ലോക്കോമോട്ടീവ് ആണെന്ന് അറിയാം. അവിടെ വെറുതെ ഇട്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്ത എത്രയോ ലോക്കോമോട്ടീവ്, ആൽക്കോ, MT എല്ലാം ഒക്കെ ഉണ്ട്. ആൽക്കോ ഒക്കെ തുരുമ്പിച്ചങ്ങെത്തി. സമയം 11:22. ട്രെയിൻ കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ട്രെയിൻ എടുത്തു. ഈ ട്രെയിൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് ഇത് നല്ല ഉരുട്ടി പോകും. 1 മണിയാകുമ്പോൾ യശ്വന്തൂർ കയറിയാൽ മതി. ഇതിൻ്റെ ഇടയിൽ ബാനസവാടി മാത്രമേ സ്റ്റോപ്പുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ പറ്റിയ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതല്ല. ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 5:05 KSR ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്നൊരു വണ്ടിയുണ്ട്. കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ പയ്യന്നൂർ, കാനങ്ങാട്, കാസർഗോഡ്, പിന്നെ മംഗളൂർ സെൻട്രലിൽ കയറി ലോക്കോ റിവേഴ്സിൽ ചെയ്ത് മംഗളൂർ ജംഗ്ഷനിൽ കയറി അവിടുന്ന് റൈറ്റ് അടിച്ച് സുബ്രഹ്മണ്യ റോഡ്, സകലേഷ്പൂർ, ബിസ്ലെ ഗാർഡ്സിലെ അതൊക്കെ കയറി നേരെ ഹസൻ ജംഗ്ഷന്, പിന്നെ ചിക്കപ്പാനാവാറ ജംഗ്ഷൻ, യശ്വന്തൂർ ജംഗ്ഷൻ, അങ്ങനെ കയറി ബാംഗ്ലൂരിൽ പോകുന്ന ഒരു വണ്ടിയുണ്ട്. ആ ഒരു വണ്ടിയാണ് നമുക്ക് ലാഭം ശരിക്കും പറഞ്ഞാൽ. ടൈമിൻ്റെ കാര്യത്തിലും പൈസ കാര്യത്തിലായാലും. അതാണെങ്കിൽ 12 മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ. 16 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ പാലക്കാട് ബാംഗ്ലൂർ മെയിൻ റൂട്ടിലൂടെയാണ് വരുന്നത്. മറ്റേത് ഹസൻ, യശ്വന്തൂർ ആ ഒരു മെയിൻ റൂട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ലാഭമാക്കിക്കാണ്. പിന്നെ അതിൽ നമ്മൾ പോകാത്ത കാരണം അതിൽ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ട്രെയിൻ മിസ്സായിപ്പോയി. അതുകൊണ്ട് നമുക്ക് പിന്നെ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മൈൻഡാണ് നമ്മൾ ഇത് ഇറങ്ങിയതാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ 5:30 ആയി. അപ്പോൾ 5:30 ആയ സമയത്ത് പിന്നെ 6 മണിക്ക് ആ ട്രെയിൻ കിട്ടുക എത്തിപ്പിടിക്കാതെ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് തിങ്കളാഴ്ച ഈ ഒരു വീക്കിലി വണ്ടി ഉണ്ടായിരുന്നേ ഈ വണ്ടി കയറി വന്നത്. ഈ വണ്ടിയുടെ കാര്യങ്ങൾ എന്ന് വെച്ചെങ്കിൽ ഇത് എല്ലാ ദിവസവും ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണെന്നല്ല. മംഗലാപുരം സെൻട്രലിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണിക്ക് ഡിപ്പാർട്ട് ചെയ്ത് പിറ്റേ ദിവസം ഉച്ചക്ക് 1 മണിക്ക് ബാംഗ്ലൂരിലേക്ക് യശ്വന്തൂരിലേക്ക് എത്തുന്ന ഒരു വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഈ വണ്ടിയുടെ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ കയറി കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ പിന്നെ നേരെ കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, ആ ഒരു ഷൊർണൂർ മെയിൻ ലൈനിലൂടെ കയറി ഷൊർണൂരിൽ നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാലക്കാട്, ബാംഗ്ലൂർ, ആ ഒരു മെയിൻ റൂട്ടിലൂടെ കയറി വരും. അപ്പോൾ ഇത് നമുക്ക് മറ്റേ അപേക്ഷ നോക്കുമ്പോൾ ഇത് നമുക്ക് ഡിസ്റ്റൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ ടൈമും കൂടുതലാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ട്രെയിന് നമ്മളെ ഭാഗത്ത് നിന്ന് വലിയൊരു വണ്ടിയേ ഉള്ളൂ ബാംഗ്ലൂരിലേക്ക്. അതിന് വേറെ വണ്ടിയില്ല. പണ്ട് ബാംഗ്ലൂരിലേക്ക് വേറെ വണ്ടി കൂടെ ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്ന് മൈസൂറായി പോകുന്നൊരു വണ്ടി. അതിപ്പോൾ ഇല്ല. അതും കൂടി ഉണ്ടെങ്കിൽ അതിൽ കയറി പോകായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിലേക്ക്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഈ വണ്ടി ഒരിക്കലും ചൂസ് ചെയ്യില്ല. ജനറൽ എഴുതുന്നെങ്കിൽ ഒരിക്കലും ഈ വണ്ടി ചൂസ് ചെയ്യില്ല. കാരണം സ്ലീപ്പറൊക്കെയാണ് കുഴപ്പമില്ല, രാത്രിയൊക്കെ കടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ ജനറൽ ഞാൻ ഇരുന്ന് തൂങ്ങിയൊക്കെയാണ് വന്നത്. പിന്നെ രാവിലെയാണ് കടന്നുറങ്ങിയത് ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അതാ പറയുന്നത്. മറ്റു വണ്ടിയാണെങ്കിൽ അത്യാവശ്യം തിരക്ക് കുറവായിരിക്കും, ജനറൽ വരുന്നത് കൊണ്ട് തിരക്ക് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ട്രെയിൻ വിട്ടുകിടാകുമ്പോൾ നമ്മൾ കുറ്റം പറയാം റെയിൽവേ സ്റ്റാഫ്സിനൊക്കെയാണ്. കാരണം അവർ ശരിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ കയറി പറയും. കാരണം അവരെ തെറ്റില്ല. കാരണം അവർ കൃത്യമായിട്ട് ട്രെയിൻ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് നമ്മളാണ് ഇതൊക്കെ മോശമാക്കുന്നത്. അതിന് ഉദാഹരണം ഞാൻ കാണിച്ചതായി. ഞാൻ ഇന്നലെ കാഞ്ഞങ്ങാട് കയറിയപ്പോൾ ഈ ട്രെയിനിൻ്റെ വൃത്തിയുടെ കാര്യം കാണിച്ചായിരുന്നു. നല്ല അടിപൊളി വൃത്തിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ട്രെയിൻ അത് നിർത്തിയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ട്രെയിനിൻ്റെ വൃത്തിയുടെ കാഴ്ച ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. കടലൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ആ ഒരു വേസ്റ്റ് ഇട്ട് ഇതൊന്നല്ല മെയിൻ ഹൈലൈറ്റ്സ് കാണിച്ചുതരാം. ഒരു ചോറ് വരെ വാങ്ങിയിട്ട് അതുവരെ വയ്ക്കാത്ത ടീംസാണ്. ആ ഒരു പൈസ വരെ കളഞ്ഞിട്ടില്ല. ഇവിടെ ചോറ് അടക്കം കളഞ്ഞിട്ടുണ്ട്. അപ്പുറമൊക്കെ ആണെങ്കിൽ പെപ്സി വാങ്ങിയിട്ട് അതടക്കം കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ വേസ്റ്റ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ ട്രെയിനൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതെടുത്ത് പറയേണ്ട ഒരു മറ്റൊരു ഫാക്ടർ തന്നെയാണ്. ചോറിനെ കവർ പൊട്ടിച്ച് വെച്ചതല്ലാതെ ചോറിന് ഒരു അരിമണി വരെ തൊട്ടിട്ട് വരില്ല അവർ. അപ്പം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് ആവശ്യം എന്താണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഈ ട്രെയിൻ ഇഷ്ടം പോലെ സമയമുണ്ടെന്ന്. അതുകൊണ്ട് ഇത് ഔട്ടറിൽ ഒതുക്കിയാണ് വരുന്നത്. ഇത് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബാനസ്വാടി എത്തിയെന്നാണ് തോന്നുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നും കാണുന്നില്ല. ഞാൻ ഈ ഒരു റൂട്ടിൽ ഫസ്റ്റ് ടൈം ആണ്ടാ വരുന്നത്. പുറത്ത് ഏതോ ഒരു വണ്ടി നിൽപ്പുണ്ട്. ഏതാ വണ്ടി? ഇതിൻ്റെ ബോർഡൊക്കെ അങ്ങ് അറ്റത്താണ്, ബോർഡും കാണുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ലൊക്കേഷൻ വേരിസ് മൈ ട്രെയിൻ ആപ്പിലൊക്കെ കാണിക്കുന്നത് SMBT ബാംഗ്ലൂർ എന്നാണ്. SMBT ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പോലും എത്താതെയാണ് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നത്. അതെന്തായാലും ഒരു വെറൈറ്റി ഒരു കാഴ്ച തന്നെയാണ്. അവിടെ പോയി സ്കിപ്പ് ചെയ്തങ്ങാട്ടിരുന്നാൽ ഇതിലൂടെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അവിടെ ആകുമ്പോൾ ഒരു റഷ് സ്റ്റേഷനാണല്ലോ, അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. ഇവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളിതാ. ഇപ്പോൾ വന്ന് നിർത്തി, ഇപ്പോൾ സിഗ്നൽ ഇതാ യെല്ലോ ആയി കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ ഉരുട്ടിയേ പോവും, അത് വേറെ കാര്യം. കാരണം ഇഷ്ടംപോലെ ടൈമുണ്ടല്ലോ. ഇനിയിപ്പോൾ ബാനസ്വാടിയിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ബയ്യപ്പനഹാളിയൊക്കെ കഴിഞ്ഞിട്ടാ. നമ്മൾ യശ്വന്തൂർ ഭാഗത്ത് വരുമ്പോഴാണ് ബയ്യപ്പനഹാളി. ഈ SMBT ബാംഗ്ലൂർ കഴിഞ്ഞിട്ടാണ് ബയ്യപ്പനഹാളി വരുന്നത്. നമ്മൾ പാലക്കാട് ഭാഗത്ത് വരുമ്പോൾ ബയ്യപ്പനഹാളി കഴിഞ്ഞിട്ടാണ് ഈ SMBT ബാംഗ്ലൂർ വരുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ടല്ലോ, KSR ബാംഗ്ലൂർ, അത് ഒരു 3-4 മാസത്തോളം ഈ SMBT ബാംഗ്ലൂരിലേക്ക് ടെർമിനേറ്റ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ end to end യാത്ര ആ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു.
SMBT ബംഗളൂരു. അന്ന് നമ്മൾ വന്നത് ആ ഒരു ഡയറക്ഷൻ നിന്നാണ്. ട്രെയിൻ ബാൻസ്വാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഒറ്റ ചായക്കട പറഞ്ഞിട്ടില്ല. ഫ്ലാറ്റിനാണെങ്കിൽ എന്തൊക്കെയോ തെറി പറയാതെ ഒരു ചായ വരെ കുടിച്ചിട്ടില്ല. ഒരു ചായക്കട ഇവിടെ തുറന്നിട്ടില്ല. ഇവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവാത്ത പ്രതീക്ഷയില്ല. ഇനിയിപ്പോൾ യശ്വന്തൂർ തന്നെ എത്തണം. SMBT ബാംഗ്ലൂരിൻ്റെ അവിടെയാണെങ്കിൽ അവിടെ പുറത്തേക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടായി, അത് കഴിക്കാൻ. ഇപ്പോൾ യശ്വന്തൂരിൽ പോയിട്ട് എന്നാൽ മുടി കഴിക്കണം. ഇപ്പോൾ ബാനസ്വാടിയാണ് ട്രെയിനിൽ ഇവനൊക്കെ നോക്കിയായി ചായ കുടിക്കാതെ. ഈ ട്രെയിനിൻ്റെ സ്ലീപ്പർ ക്ലാസ്സാണ് S1. ഇവിടത്തേക്ക് വരാനുള്ള കാരണം ഒരു ഇംഗ്ലീഷ് നെയിം ബോർഡ് തപ്പി വന്നതാണ്. ഈ ഒരു ട്രെയിനിൻ്റെ റേക്ക് ഷെയറിങ് ഇങ്ങനെയാണ്. മംഗലാപുരത്ത് നിന്ന് യശ്വന്തൂരിലേക്ക് വരും, യശ്വന്തൂരിൽ നിന്ന് നേരെ ലക്നൗവിലേക്ക് പോകും, പിന്നെ ലക്നൗവിൽ നിന്ന് യശ്വന്തൂരിലേക്ക് വരും, പിന്നെ യശ്വന്തൂരിൽ നിന്ന് വീണ്ടും മംഗലാപുരത്തേക്ക് വരും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ നമ്പർ ഇരുന്നത്. മംഗലാപുരത്ത് നിന്ന് യശ്വന്തൂരിലേക്ക് പോകുമ്പോൾ 165, 65 തിരിച്ച് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ 165, 66. പിന്നെ അതുപോലെ തന്നെ ലക്നൗ വണ്ടിയുടെ നമ്പർ 125, 39, 125, 40. ഇതാണ് ബാനസ്വാടി റെയിൽവേ സ്റ്റേഷൻ. 11:54 ആയതേ ഉള്ളൂ. 11:58 ട്രെയിൻ ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുള്ളൂ. ഇതാ ഒരൊറ്റ ചായക്കട പറഞ്ഞിട്ട് എല്ലാം ഇതുപോലെ കൂട്ടിക്കടയ്ക്കാണ്. അതെല്ലാം അങ്ങനെയല്ല, ആവശ്യത്തിന് നോക്കുമ്പോൾ ഒന്നും തുറന്നു കാണില്ല. ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാം നിരക്കനെല്ലാം തുറന്നിട്ടുണ്ടാവും. ട്രെയിനിലെ ജനറലും കാട്ടിയും റഷാണല്ലേ സ്ലീപ്പറിൽ കാണുന്നത്. സ്ലീപ്പറിൻ്റെ അകത്തൊക്കെ നല്ല റഷാണ്. ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണലൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത്. നമ്മൾ ഉണ്ടായ കോച്ച് ഇതാണ്. ഇത് 2019 ബിൽഡ് കോച്ചാണ്. പക്ഷെ എന്നിട്ട് ഈ കോച്ചിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ. കാരണം ഞാൻ 2019 മെയ്ഡ് കോച്ച് സ്ലീപ്പറിൽ നേത്രാവതി എക്സ്പ്രസ് യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടിയ കോച്ചാണെങ്കിൽ ഞാൻ എന്നാൽ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത് ജനറൽ കോച്ചായിട്ട് നല്ല ക്വാളിറ്റി കോച്ചാണ്. 2019 ഉണ്ടാക്കിയ കോച്ചായിട്ട് പോലും. കാനങ്ങാട് നിന്ന് 764 കിലോമീറ്റർ കവർ ചെയ്ത യശ്വന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആ ചെയ്തതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ജനറൽ യാത്ര. അവിടെ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു ആൽക്കോ ലോക്കോമോട്ടീവ്. ഇപ്പോൾ ഷണ്ടിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെയാണ് മുമ്പ് ഇന്ത്യൻ റെയിൽവേയുടെ മെയിൻ ലൈൻ ഹീറോസ്. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു തീമുള്ള ആൽക്കോ ലോക്കോമോട്ടീവാണ് ഈ കൃഷ്ണരാജപുരവും പിന്നെ ഈ റോഡിൻ്റെയും. അവിടെ നിന്ന് ഒരു വണ്ടി പുറത്തോട്ട് വരുന്നുണ്ട്. കൃഷ്ണരാജയുടെ WDP 4. നെയിം ബോർഡൊന്നും മനസ്സിലാവുന്നില്ല, മൊത്തം കന്നഡ അത്രയല്ലോ. ഈ ഇന്റർസിറ്റി വണ്ടിയാണ് ചാൻസ്. ട്രെയിൻ യശ്വന്തൂരിലേക്ക് എത്തിരിക്കുകയാണ്. നമ്മളെ ഇരുന്ന സ്ഥലത്തിനോടൊക്കെ നമ്മൾ ഇവിടെ വരെ പോവുകയാണ്. നമ്മൾ ബാംഗ്ലൂരിലെത്തിരി കാലുകുത്തിരിക്കുകയാണ്. ഈ വണ്ടി ഇനി നാളെ ഉച്ചക്ക് 1:30 ലക്നൗവിലേക്ക് പോകും. ഇതാണ് യശ്വന്തൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നേരെ പുറത്തോട്ട് ഇറങ്ങാം, ചായ കുടിക്കാം. നമ്മുടെ വണ്ടിയുടെ ലോക്കോമോട്ടീവ് വിശാഖപട്ടണം ലോക്കോ ഷെഡിൻ്റെ ആണ് കേട്ടോ.
ഈ കാണുന്ന ഒരു പെട്ടിക്കടയിൽ കയറിയിട്ട് നമ്മൾ ഇതാ ചോറും പപ്പടവും ഉഴുന്നോടൊക്കെ വാങ്ങി കഴിക്കാണ്. ചോറും മുരിങ്ങക്കോലിൻ്റെ ഇലക്കറിയാണ്, 40 രൂപയാണ്. കുഴപ്പമില്ല, കഴിച്ചിരിക്കാം. ഒരു 2 പരിപ്പട വെച്ചിട്ടുണ്ട്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതാ ഈ ഒരു കാണുന്ന തട്ടുകടയിൽ ഫുഡ് കഴിച്ചത്. നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. 50 രൂപയാണ് ആയത്. 2 വടയും കൂടി ഇഷ്ടമാകുമ്പോൾ 50 രൂപയായി. നല്ലൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ സിറ്റി ഭാഗത്തേക്ക് പോകാം. നമ്മളങ്ങനെ മെട്രോയിൽ കയറിയേക്കാം. മെട്രോയിൽ കയറിയിട്ട് നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മളങ്ങനെ ഒരു മെട്രോയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് മടിവാള ആ ഭാഗത്തേക്ക് പോകാനായിരുന്നു പ്ലാന്. ആ ടിക്കറ്റ് എടുക്കുന്നിടത്ത് നേരെ സ്ഥലം പറഞ്ഞില്ല, ഒരു ഹള്ളി എന്ന് പറഞ്ഞ് കണ്ട് ആ ഹള്ളിയിൽ വന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു ഓട്ടോ കയറി നേരെ മടിവാല സൈഡിലേക്ക് പോകണേ. 150 രൂപയാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടത്തോട്ടൊക്കെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. അവിടെ ഇവിടുത്തെ കഥകളൊന്നും അറിയില്ല. ബാംഗ്ലൂർ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ടായിന്. അത് ബാംഗ്ലൂർ കേരള മത്സരം കാണാൻ വേണ്ടി കേരള വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തവണ വന്നത് ഒരു ബോംബെ എക്സ്പ്രസ് ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കാൻ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ വന്നിട്ട് അങ്ങനെ 2 തവണ ബാംഗ്ലൂർ. നമ്മൾ ഓട്ടോ ഡീസൽ അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ ലിറ്ററിനാകെ 59 രൂപയേ ഉള്ളൂ. 200 രൂപക്ക് 3 ലിറ്റർ ഡീസലാണ് കിട്ടിയത്. ഇവിടെ വയലൊക്കെ മൊത്തം പശുക്കളാണ് വേണ്ടതാ, മൊത്തം ഇവരാണ്. പിന്നെ ഇപ്പോൾ അവിടെ അടിച്ചത് ഡീസലല്ല കേട്ടോ, ഗ്യാസാണ്. ഞാൻ പറഞ്ഞത് ഡീസലാണ് തെറ്റിദ്ധരിച്ചതാണ്. ഡീസലൊക്കെ കമ്പി വില ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, ഗ്യാസിനാണ് 59 രൂപ. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി അങ്ങനെ ഒരു റൂമിലേക്ക് എത്തി. മടിവാള കുറേ അലഞ്ഞിരുന്നെത്തി. അങ്ങനെ അവസാനം ഈ റൂമിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കുമ്പോൾ ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാഗൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തോട്ടൊക്കെയുള്ള ഒരു വ്യൂ ഉണ്ട്. പിന്നെ നല്ലൊരു റൂം തന്നെയാണ്. 700 രൂപക്ക് കിട്ടിയ റൂമാണ്. ആദ്യം 1000 പറഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞ് ചെയ്തെടുത്തതാണ്. പിന്നെ ടോയ്ലറ്റ് ബാത്റൂം ഒക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇന്ന് നല്ല ടയർഡാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കടന്നുറങ്ങിയാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോകാം. ചിലപ്പോൾ ഇന്ന് നൈറ്റ് എവിടെയെങ്കിലും പോകും. നൈറ്റ് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസമായിട്ടാണ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നലെ കാനങ്ങാട് തുടങ്ങിയ വീഡിയോ ആണ്. ഇവിടെ ബാംഗ്ലൂരിൽ മടിവാലയിൽ വെച്ച് നിർത്തിയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നിരിക്കും. ബൈ. ബൈ പറഞ്ഞേ. ബൈ.